അല്ലെങ്കിൽ പിന്നെ ബോഡി വരെ കത്തിച്ചു കളഞ്ഞ പ്രതി എന്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഷർട്ട് കത്തിച്ചു കളഞ്ഞില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃഷ്ണപ്രസാദിനെ കുടുക്കുക എന്നതായിരുന്നു യഥാർത്ഥ പ്രതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ബോഡി കത്തിച്ചിരിക്കുന്നതും വളരെ കൃത്യമായ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാ. അത് കിഷോർ പറയുന്ന പോലെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ആയിരുന്നിൽ ബോഡി എന്തിന് ബംഗ്ലാവിന്റെ മുന്നിലിട്ട് തന്നെ കത്തിക്കണം? വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ചിരുന്നെങ്കിൽ കൊല്ലപ്പെട്ടത് പ്രവീൺ ആണെന്ന് പോലും നമ്മൾ അറിയില്ലായിരുന്നു. കൊല്ലപ്പെട്ടത് പ്രവീൺ ആണെന്ന് അറിഞ്ഞാലേ നമ്മൾ കൃഷ്ണപ്രസാദിനെ സംശയിക്കൂ. അതിനുവേണ്ടിയാണ് അയാൾ ബോഡി ബംഗ്ലാവിന്റെ മുന്നിലിട്ട് തന്നെ കത്തിച്ചത്. അതിനായിരുന്നെങ്കിൽ ബോഡി കത്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? അതിനുള്ള ഉത്തരമാണ് രജനി. അവൾക്ക് ഈ കേസിൽ ബന്ധമുള്ള കാര്യം മറ്റാരും അറിയരുത്. അറിഞ്ഞാൽ യഥാർത്ഥ കൊലയാളിയുടെ നേർക്ക് അന്വേഷണം തിരിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രജനിയുടെ ബോഡി കത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അത് മറയ്ക്കാൻ വേണ്ടിയാണ് പ്രവീണിന്റെ ബോഡിയും കൂടെ കത്തിച്ചത്. ശരിക്കും പറഞ്ഞാൽ അയാൾ കണക്കൂട്ടിയതുപോലെ കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ രജനി കൊല ചെയ്യപ്പെട്ട കാര്യം നമ്മൾ അറിയ പോലുമില്ലായിരുന്നു. മഴ വന്നതാണ് അയാളുടെ കണക്കൂട്ടിൽ തെറ്റിച്ചത്. അത്രയ്ക്ക് സമർത്ഥനായ ഒരു കൊലയാളി ഉണ്ടെങ്കിൽ തെളിവ് സഹിതം വിവേകയാളെ അറസ്റ്റ് ചെയ്യും. എങ്കിൽ തെറ്റ് പറ്റിയത് എനിക്കാണെന്ന് ഞാൻ സമ്മതിക്കാം. സർ, ഞാൻ ഇപ്പോഴും പറയുന്നു കൃഷ്ണപ്രസാദ് ആണ് ഇതിന്റെ പിന്നിൽ. അയാൾ നിരപരാധിയാണെങ്കിൽ എന്തിനാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയത്? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കൃഷ്ണപ്രസാദിന്റെ പദ്ധതികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശരിയായിരിക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ വിവേക് പറഞ്ഞ രീതിയിലും അന്വേഷണം നടക്കട്ടെ. സർ, അതൊന്നുകൂടി. അതിലെന്താ തെറ്റ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരന്വേഷിച്ചാലും കേസ് തെളിയണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്യാം. വിവേക്, യു മേ പ്രൊസീഡ്. താങ്ക് യു സർ. കൃഷ്ണപ്രസാദിനെ രക്ഷിക്കണമെന്ന് നിനക്കെന്താ അത്ര വാശി? അയാളെ ശിക്ഷിക്കണമെന്ന് നിനക്കെന്താ അത്ര വാശി? ഈ കേസ് അന്വേഷിച്ച ഞാനാണെങ്കിൽ കൃഷ്ണപ്രസാദിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കറിയാം. ഈ കേസ് റീഓപ്പൺ ചെയ്തത് ഞാനാണെങ്കിൽ അയാൾ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കും അറിയാം. നമുക്ക് കാണാം. കാണാം. ആരാത്? ഞാൻ വരുന്നു. പ്രവീൺ കുഞ്ഞ്, എന്തിനാ ഭവനിക്കിനെ പേടിപ്പിക്കണത്? അമ്മാവൻ കടം മേടിച്ച മുഴുവൻ പൈസ അച്ഛൻ്റെ കയ്യിൽ ഉടനെ ഏൽപ്പിച്ചേക്ക പോരെ. ഓയ്യോ, ആരാണെങ്കിലും പേര് പറയാനാണ് നല്ലത്. ആരാടാ വായിൽ തട്ടിയത്? ധൈര്യമുണ്ടെങ്കിൽ വാടാ, കഴുത്തിയാൻ പറ്റും. 7 യുദ്ധം കണ്ടവരാണ് ഞാൻ. പണ്ട് ടിപ്പു സുൽത്താൻ വന്ന് ഈ വീട് മുഴുവൻ തെരഞ്ഞിട്ടും ഞാൻ ഒളിച്ചിരുന്ന പട്ടാളം കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ എന്നെയാണോ നീ പേടിപ്പിക്കണേ? പനിക്ക് വളരെ കുറവുണ്ട്, പക്ഷേ വയറിളക്ക് ഇതുവരെ നിന്നിട്ടില്ല. വയറിളകിയത് പേടിച്ചിട്ടല്ല. ഞാൻ ഋഷികേശത്ത് പോകാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന രൂപ 30,000 അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തത്. ആ ആന്തലിൽ ഇളകാൻ തുടങ്ങിയതാ. ഇനി ഇത് മാറണമെങ്കിൽ ആ സങ്കടം തീരണം. അത് ഈ ജന്മത്തുണ്ടാവില്ല. കൊച്ചി രാജവംശത്തെ പേര് കേട്ട കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് വയറിളകി ചാവാനായിരിക്കും വിധി. അമ്മാവൻ വിഷമിക്കണ്ട, പോയ രൂപ ഞാൻ തരാം. ഇനി അവൻ വന്ന അമ്മാവൻ എന്നെ വിവരം അറിയിച്ചാൽ മതി. ഇനി അവൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഈ നാട് വിട്ടും പോവില്ല. അവന്റെ ലക്ഷ്യങ്ങൾ പലതും ഇവിടെ ബാക്കി കിടക്കുകയല്ലേ. ഇത്രയും നാളത്തെ അന്വേഷണത്തിനൊരു പോരായ്മയുണ്ടായിരുന്നു. അത് കൃഷ്ണപ്രസാദിനെ ചുറ്റിപ്പറ്റി മാത്രമുള്ള അന്വേഷണമായിരുന്നു. പ്രവീണിനോടൊപ്പം കൊല ചെയ്യപ്പെട്ട രജനിയെക്കുറിച്ച് ആരും ഇതുവരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അവൾക്ക് ഈ സംഭവത്തിലുള്ള പങ്കെന്താണെന്നറിയാതെ ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമാവില്ല. നമുക്ക് ആദ്യം അറിയേണ്ടത് രജനി എങ്ങനെയാ കൊല ചെയ്യപ്പെട്ടെന്ന. വേറെ ആയുധങ്ങളൊന്നും കിട്ടിയിട്ടില്ലല്ലോ സാർ.
അപ്പോ ഇരുമ്പോടി തന്നെ ആകാനാണ് സാധ്യത. അത് ഉറപ്പുവരുത്താൻ ഒരു വഴിയുണ്ട്. പ്രവീണിന്റെ രക്തം എ പോസിറ്റീവാണ്, രജനിയുടേത് AB പോസിറ്റീവും. അതേ വടി കൊണ്ട് തന്നെയാണ് രജനിയെ കൊലപ്പെടുത്തിയതെങ്കിൽ വടിയിൽ പ്രവീണിന്റെ എ പോസിറ്റീവ് രക്തം കൂടാതെ രജനിയുടെ AB പോസിറ്റീവ് രക്തം കൂടി പറ്റിയിട്ടുണ്ടാവണം. ഷെരീഫ് ഒന്ന് ചെക്ക് ചെയ്യണേ. സർ. പിന്നെ ഇത് രജനിയുടെ ടെലിഫോൺ ഡയറിയാ. ഇതിൽ ദീപ എന്ന് എഴുതിയിരിക്കുന്ന പേരിന് നേരെയുള്ള നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ആദ്യം ചോദ്യം ചെയ്ത ദേവരാജന്റെ വീട്ടിലെ നമ്പറാ. അപ്പൊ ഈ പറയുന്ന ദീപ ദേവരാജന്റെ ആരാ? ഇതാണ് എന്റെ പെങ്ങള് ദീപ. നിങ്ങളെയല്ലേ തമ്പുരാൻ സ്പോൺസർ ചെയ്യാൻ നേറ്റിരുന്നു? അതെ സർ. ദീപ ഇപ്പൊ എന്ത് ചെയ്യുന്നു? വീടിനടുത്ത് ഒരു ഡാൻസ് സ്കൂൾ നടത്തുക. ദീപയ്ക്ക് എങ്ങനെയാ രജനിയെ പരിചയം? ഒരിക്കൽ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ. നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? ആദ്യമൊക്കെ ആയിരുന്നു. പിന്നീട് എന്ത് പറ്റി? ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് നിർത്തി. എന്താ കാരണം? അവര് ഒരു ചീത്ത സ്ത്രീയാന്ന് മനസ്സിലായി. ചീത്ത സ്ത്രീ എന്ന് വെച്ചാ? പേടിക്കണ്ട, സാറിനോട് പറഞ്ഞോളൂ. രജനി ഒരു കോൾ ഗേൾ ആയിരുന്നു. കോൾ ഗേളോ? അതെ സർ. വലിയ പണക്കാരായിട്ടായിരുന്നു അടുപ്പം. രജനി എങ്ങനെ പറഞ്ഞോ? ഇല്ല, പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. രജനി ആരെങ്കിലും ഭയപ്പെട്ടിരുന്നായി അറിയാമോ? അവർക്ക് മുരളിമോഹനെ പേടിയായിരുന്നു. ഏത്? വക്കീൽ മുരളിമോഹൻ? അതെ സർ. എന്താ കാരണം എന്നറിയോ? അയാളുടെ ഭാര്യ ഒരു ചീത്ത സ്ത്രീയായിരുന്നു. ആര്? കാണാതായ ആ സ്ത്രീയോ? അതെ സർ. മുരളിമോഹൻ സ്ഥലത്തില്ലാത്തപ്പോഴൊക്കെ അവർക്ക് മറ്റൊരാളുമായി രഹസ്യ ബന്ധമുണ്ടായിരുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് രജനിയായിരുന്നു. അതെങ്ങാനും അറിഞ്ഞ മുരളിമോഹൻ കൊന്നു കളയുന്നുള്ള പേടി രജനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞപ്പോഴാ ഞാൻ അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെച്ചത്. മുരളിമോഹന്റെ ഭാര്യയ്ക്ക് ആരുമായിട്ടായിരുന്നു ബന്ധം? മരിച്ചുപോയ പ്രവീണുമായിട്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ സത്യം അതാണ്. തന്നെ വഞ്ചിച്ച ഭാര്യ, പ്രവീൺ, രജനി, ഇവരെ മൂന്നുപേരെയും മുരളിമോഹൻ കൊലപ്പെടുത്തി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും നാളും നമുക്ക് പിടിതരാതെ വിട്ട് കിടന്ന സംഭവങ്ങൾക്ക് പെട്ടെന്ന് പൊതുവായൊരർത്ഥം ഉണ്ടായത് കേട്ടോ. എന്തർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, എന്റെ ഭാര്യ അവളുടെ ഏതോ കാമുകന്റെ കൂടെ ഒളിച്ചോടിയതാ. അല്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രവീണുമായിട്ട് രഹസ്യബന്ധമുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോഴാണ് നിങ്ങൾ അവരെ കൊന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിനല്ലേ നിങ്ങൾ രജനിയും കൊന്നത്? എന്തൊക്കെ അസംബന്ധങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് രജനിയെ അറിയ പോലുമില്ല. നിങ്ങൾക്കറിയാം, കാരണം അവരെ മൂന്നുപേരെയും ഒരുമിച്ച് കൊല്ലേണ്ട ആവശ്യം ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. എങ്കിൽ പിന്നെ തെളിവ് സഹിതം നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യും. തെളിവ് നശിപ്പിക്കാൻ അറിയാവുന്ന ഒരു ക്രിമിനൽ വക്കീലിന്റെ അഹങ്കാരമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. പക്ഷെ ഒന്നോർത്തോളൂ, നിങ്ങൾ കാണാതെ പോയ ഒരു തെളിവെങ്കിലും ബാക്കിയുണ്ടാവും. അത് ഞാൻ കണ്ടെത്തും. മൂന്നുപേരെ കൊന്നതിന് നിങ്ങളെ കൊണ്ട് ആ സമാധാനം പറയിക്കുകയും ചെയ്യും.